ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ OET കുറിച്ചാണ് ഞാൻ പറയുന്നത്. OET എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. അതായത് നമുക്കിപ്പോൾ പുറത്തോട്ട്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ടെസ്റ്റാണ് OET. അത് ഇപ്പോൾ പുറത്തോട്ട് IELTS അങ്ങനെ ഒത്തിരി എക്സാമുകളുണ്ട് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ. അതിൽ OET എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് 4 മൊഡ്യൂൾസ് ഉണ്ട്. അതായത് റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഇനി നമുക്ക് OETയിലെ ഒരു മൊഡ്യൂളായ റീഡിങ്ങിനെ കുറിച്ച് പറയാം. അതായത് റീഡിങ്ങിൽ ഇത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C അങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ പാർട്ട് Aയിൽ 4 ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് A, ടെക്സ്റ്റ് B, ടെക്സ്റ്റ് C, ടെക്സ്റ്റ് D. ഈ പാർട്ട് Aയിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളത് 15 മിനിറ്റ്സ്, അതായത് 15 മിനിറ്റിനകം നമ്മൾ ഈ 20 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അത് കഴിഞ്ഞിട്ട് 7 to 13 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആണ്. 14 to 20 സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് പാർട്ട് Aയിൽ. നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ആദ്യം പാർട്ട് A ആണ് നമുക്ക് തരുന്നത്. പാർട്ട് Aയിൽ നമ്മൾ ആ 20 ക്വസ്റ്റ്യന് അവർ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ആൻസർ ഷീറ്റ് അങ്ങ് വാങ്ങിക്കും. അടുത്ത പാർട്ട് Aയിൽ അടുത്ത റീഡിങ്ങിൽ പാർട്ട് B ആണ് പറയുന്നത്. പാർട്ട് Bയിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും 3 ചോയ്സ് വീതം ഉണ്ട്. അടുത്തത് പാർട്ട് C. പാർട്ട് Cയിൽ 2 എക്സ്ട്രാക്റ്റ് അവർ തന്നിരിക്കും. അതിൽ ഓരോന്നിലും 8 ക്വസ്റ്റ്യൻസ് വെച്ച് 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയാണ് റീഡിങ്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളായ ലിസണിങ്ങിനെ കുറിച്ച് പറയാം. ലിസണിങ് സബ് ടെസ്റ്റിന് 3 പാർട്സ് ഉണ്ട്. അതായത് 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. ഇത് ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പാർട്ട് Aയിൽ 2 എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഓരോന്നിലും 12 ക്വസ്റ്റ്യൻസ് വെച്ച് 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അവരൊരു കോൺവെർസേഷൻ പോലെ അവർ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡാഷ് ഇട്ടേക്കുന്നിടത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. അവരെന്താണ് പറഞ്ഞു പോകുന്നതെന്ന് കേട്ടിട്ട് നമ്മൾ എഴുതുക. അങ്ങനെ 12 ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങനെ 2 എക്സ്ട്രാക്റ്റ് ഉണ്ട്, 24 ക്വസ്റ്റ്യൻസ്. പാർട്ട് Bയിലാണെങ്കിൽ 6 റെക്കോർഡഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഓരോന്നും പാർട്ട് B എന്ന 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓരോന്നിനും 3 ചോയ്സ് വെച്ചുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനാണെങ്കിൽ ഓരോ എക്സ്ട്രാക്റ്റ് കേൾപ്പിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുക. ഓരോന്നും അതിന് പാർട്ട് Bയിൽ നമുക്ക് അതുകൊണ്ട് ടൈം കിട്ടും. നെക്സ്റ്റ് പാർട്ട് C. പാർട്ട് Cയിലാണെങ്കിൽ ഒന്നുകിൽ 2 റെക്കോർഡഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 2 ഇൻ്റർവ്യൂസ് ആയിരിക്കും. ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും 3 ചോയ്സ് വെച്ച് നമുക്ക് തരും. ഇത്രയുമാണ് ലിസണിങ്. നെക്സ്റ്റ് OETയിലെ അടുത്ത മൊഡ്യൂളായ റൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. റൈറ്റിങ്ങിൽ എന്താണ്, ഒരു ലെറ്റർ തരും. നമ്മളൊരു ലെറ്റർ എഴുതണം. അവരൊരു ലെറ്ററിൻ്റെ ഒരു മോഡൽ ഒരു ഇതായിട്ട് തരും. നമ്മളത് നന്നായിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് എഴുതുക. നമ്മൾ നേഴ്സ് ആർക്കാണ് ലെറ്റർ എഴുതുന്നത് അവർ പറയും ആർക്കാണ് എഴുതേണ്ടുള്ളതെന്ന്. ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ അല്ലെങ്കിൽ നോൺ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവർ പറയാം. അങ്ങനെ അപ്പോൾ അതിൽ റെലവൻറ്റും ഇറലവൻറ്റും ആയിട്ടുള്ള ഡേറ്റാസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതണം. അതാണ് റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ. അതിൻ്റെ അകത്ത് 45 മിനിറ്റ്സ് ആണ് ടോട്ടലുള്ളത്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മളത് വായിക്കാൻ വേണ്ടി 5 മിനിറ്റ്സ് നമ്മൾ റീഡ് ചെയ്യാൻ എടുക്കണം. ബാക്കി 40 മിനിറ്റ്സ് നമ്മൾ എഴുതാൻ എടുക്കണം. അപ്പോൾ റീഡിങ്ങും 5 മിനിറ്റ്സും റൈറ്റിങ്ങും 40 മിനിറ്റ്സ്, അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ്സ് ആണ് റൈറ്റിങ്ങിനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം റൈറ്റിങ്ങിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ബോഡി പാർട്സിൽ 200 വേർഡ്സ്, മാക്സിമം 200 വേർഡ്സ് അതിൽ കവിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ കറക്റ്റ് ലെറ്റർ ഫോർമാറ്റ് ഉണ്ട്. ഓരോ ലെറ്ററിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. പാരഗ്രാഫ് അങ്ങനെയല്ല എഴുതേണ്ടുള്ളത്. അതായത് നോട്ട്സ് ഫോം അല്ല നമ്മൾ എഴുതേണ്ടുള്ളത്. ഓരോ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ട് നല്ല വൃത്തിക്ക് ഉള്ള രീതിയിലാണ് നമ്മൾ അതായത് ലെറ്റർ എഴുതേണ്ടുള്ളത്. OETയിലെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. ഈ സ്പീക്കിങ്ങിൻ്റെ അകത്ത് 2 ക്യൂ കാർഡ് അവർ തരും.
അപ്പം അതായത് 2 റോൾ പ്ലേ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും 5 മിനിറ്റ്സ് വെച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നേഴ്സ് പേഷ്യൻ കോൺവെർസേഷൻ ആയിരിക്കും. നമ്മൾ നേഴ്സിൻ്റെ റോളും നമ്മുടെ ഇൻ്റർലൊക്കേറ്റ് പേഷ്യൻ്റെ റോളും എടുക്കും. നമ്മളവരുമായിട്ട് ടോക്ക് ചെയ്യണം, നോർമൽ ടോക്ക് ചെയ്യണം, നല്ല പൊളൈറ്റായിട്ട് നല്ല രീതിയിൽ ടോക്ക് ചെയ്യണം. അത് ഓരോ റോൾ പ്ലേയും 5 മിനിറ്റ്സ് ആണ്, 5 മിനിറ്റ്സേ ഉള്ളൂ. അതാണ് സ്പീക്കിംഗ്. അപ്പോൾ ഇത്രയുമാണ് OET കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇനി ഇതുപോലത്തെ OET കുറിച്ച് ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് വരാം. ബൈ.